നമസ്കാരം. കേന്ദ്ര സർക്കാർ നോക്കുകുത്തിയായി തുടരവെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ഉച്ചസ്ഥായിയിലായിരിക്കുകയാണ്. ഇംഫാൽ വെസ്റ്റ് മേഖലയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരിക്കുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള ബോംബ് സ്ഫോടനമാണ് നടന്നതെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ടവരിൽ ഒരു സ്ത്രീയുണ്ട്, ഇവരുടെ മകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവിടെ വെടിവെപ്പുമുണ്ടായി എന്നാണ് അധികൃതർ നൽകുന്ന റിപ്പോർട്ട്. ഇംഫാൽ വെസ്റ്റിലെ കൗത്രുക് ഗ്രാമത്തിലാണ് വെടിവെപ്പുണ്ടായത്. ഉച്ചയ്ക്ക് 2 മണിയോടെ തോക്കുധാരികൾ തുരുതുര വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രകോപനമൊന്നുമില്ലാതെയാണ് ഇവർ വെടിയുതിർത്തതെന്ന് കൗത്രുക് ഗ്രാമപഞ്ചായത്ത് ചെയർമാൻ പറഞ്ഞു. കൊല്ലപ്പെട്ട ഒരാൾ 33-കാരിയായ സുർബല ദേവിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം കൊല്ലപ്പെട്ട സുർബല ദേവിയുടെ 13-കാരി മകൾക്കാണ് പരിക്കേറ്റത്. പെൺകുട്ടിയുടെ വലത് കൈയിലാണ് പരിക്കേറ്റത്. കുട്ടി ഇപ്പോൾ ഇംഫാലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ മറ്റുള്ളവരെ മറ്റൊരു ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇംഫാൽ വെസ്റ്റ് ജില്ലയിൽ ജില്ലാ ഭരണകൂടം കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആക്രമണത്തെ മണിപ്പൂർ സർക്കാർ അപലപിച്ചു. കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇത്തരം തീവ്രവാദ ശ്രമങ്ങളെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും സംസ്ഥാന സർക്കാർ അറിയിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി ബീരൻ സിംഗ് സർക്കാർ അറിയിച്ചു. യുദ്ധമുഖത്ത് കാണുന്ന തരത്തിലുള്ള ഹൈടെക് ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇത് കാര്യങ്ങളെ രൂക്ഷമാക്കിയെന്നും മണിപ്പൂർ പോലീസ് എക്സിലൂടെ അറിയിച്ചു. കുക്കി തീവ്രവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നത്. RPG-കളും ഡ്രോണുകളുമെല്ലാം ആക്രമണത്തിൽ ഉണ്ടായിരുന്നു. ഡ്രോൺ ഉപയോഗിച്ച് പോലീസിനും സാധാരണക്കാർക്കും നേരെ ആക്രമണം നടത്തുന്നത് തീർത്തും പുതിയ കാര്യമാണെന്ന് പോലീസ് പറയുന്നു. പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകൾക്ക് ഈ ആക്രമണത്തിൽ പങ്കുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. അവർക്ക് സാങ്കേതിക വൈദഗ്ധ്യം അടക്കമുണ്ടാവും. ഈ സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. കൃത്യമായി എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. പോലീസ് സേന മൊത്തം ജാഗ്രതയോടെ ഇരിക്കുകയാണ്. ഏത് സമയവും വീണ്ടും സംഘർഷം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. സംയുക്ത സൈനിക നീക്കങ്ങളും ഉണ്ടാവും. അതേസമയം ആക്രമണം സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. പുറത്തുനിന്നുള്ളവരുടെ പിന്തുണ അടക്കം പോലീസ് ഇക്കാര്യത്തിൽ സംശയിക്കുന്നുണ്ട്. റോക്കറ്റ് ലോഞ്ചറുകളും ഡ്രോണുകളുമെല്ലാം വന്നതോടെ സംഘർഷം ആളിക്കത്തിക്കാനുള്ള ശ്രമമായിട്ടാണ് പോലീസ് കരുതുന്നത്. 1 വർഷത്തിലേറെയായി തുടരുന്ന അക്രമങ്ങൾ അറുതിയില്ലാതെ തുടരുമ്പോൾ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോഴും നിസ്സംഗത പാലിക്കുന്നത് എന്ന വലിയ ചോദ്യം ഇവിടെ ബാക്കിയാവുന്നു.